സർവമായ പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ പൊന്മാല് ബേസിൽ എന്ന് പറഞ്ഞ പോലെ സർവമായ അതായത് സർവമായ നല്ലൊരു സിനിമയാണ്. അതായത് അഖിൽ സത്യൻ ഒരു സത്യൻ അന്തിക്കാടിന്റെ ഒരു പാറ്റേൺ ഉള്ള സിനിമയിൽ ഒരു ഹൊറർ എലിമെന്റ് വന്നു വളരെ ലൈറ്റ് ആയിട്ട് രസിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്തു. പക്ഷെ അത് നിവിൻ ആയതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ ഫേവറേറ്റിൽ വന്നത്. കാരണം നിവിന്റെ ഒരു തിരിച്ചുവരവ് കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്നു. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ. ഇതിപ്പോ നിവിന് പകരം വേറൊരു നടനാണെങ്കിൽ ചിലപ്പോൾ എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരില്ലായിരിക്കും. കാരണം അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ അല്ലെങ്കിൽ അതൊരു യൂഷ്വൽ സിനിമ പോലെ പോകുമായിരുന്നു. പക്ഷെ നിവിൻ വന്നപ്പോൾ അതൊരു നിവിൻ സിനിമയായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ. അതെ, പിന്നെ നിവിനും ഒരു കംബാക്ക് മൂവി നാളുകളായി നമ്മൾ കാത്തിരിക്കുന്നു. 2025 അവസാനിക്കുമ്പോൾ മുന്നേ തന്നെ നിവിൻ ആ കാത്തിരുന്ന ഒരു സംഭവം നമ്മളിപ്പോ സംസാരിക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു നിവിൻ പല റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. അതായത് ഇപ്പൊ നിവിന്റെ ആദ്യത്തെ 100 കോടി എത്തുന്നു പറയുന്നു, 50 കോടിയൊക്കെ കടന്നു. പല ഇവിടുത്തെ താരങ്ങളുടെ ഇനീഷ്യൽ വീക്കെൻഡ് കളക്ഷനൊക്കെ നിവിൻ ബ്രേക്ക് ചെയ്തു പറഞ്ഞു. ഇതാണ് ഒരു തിരിച്ചുവരവ്. ഇതാണ് സംഭവിക്കട്ടെ. ആദ്യത്തത് 100 കോടി ആവട്ടെ.